ാണ് പണ്ഡിതന്മാർ ഈ വചനം അന്ധമായ അനുകരണത്തിന് അത്തഖ്ലീദുൽ അഅമ അത് നിഷിദ്ധമെന്ന വിധി നൽകുന്നത്. ഈ ആയത്തിൽ അതിന് തുടക്കം വമസലുല്ലദീന കഫറു കമസലില്ലദീ യൻഇഖു ബിമാ ലാ യസ്മഉ ഇല്ലാ ദുആഅൻ വനിദാഅ എന്ന് പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ധമായി അനുകരിക്കുന്നവരെ ചിത്രീകരിച്ചാണ്, ഉപമിച്ചാണ് ആ വചനം പറയുകയുണ്ടായത്. നമ്മളത് വിശദമായി മനസ്സിലാക്കി പോയ ഭാഗമാണ്. എന്നിട്ട് ഇത്തരം അനുകരണത്തിന്റെയും അനുധാവനത്തിന്റെയും വാക്താക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സുമ്മും ബുക്മുൻ ഉമ്യും ഫഹും ലാ യഖിലൂൻ എന്ന് കടുത്ത ഭാഷയിൽ വിശേഷിപ്പിച്ചു. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അനുകരണത്തിന്റെ വാക്താക്കളെ ഖാലികളോട് ഉപമിച്ചു. കാരണം യാതൊരു ചിന്തയും ധാരണയുമില്ലാതെയാണ് അനുകരിക്കുന്നവർ തങ്ങളുടെ പാരമ്പര്യങ്ങളെയും പിതാക്കന്മാരെയും അനുഗമിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. മുമ്പേ ഗമിക്കും ബഹുഗോവു തന്റെ പിമ്പെ ഗമിക്കും തിരുഗോക്കളെല്ലാം എന്ന് പറഞ്ഞതുപോലെ കാലികളെ അറവുശാലകളിലേക്കും മേച്ചിൻപുറങ്ങളിലേക്കുമൊക്കെ തെളിച്ചു നയിക്കുമ്പോൾ ഒരേ ആവേശത്തിൽ കാലികൾ പ്രയാണം നടത്തും. ഇതുപോലെയാണ് അപകടങ്ങൾ മുന്നിലുണ്ടായാലും അത്യാപത്തുകൾ പ്രതീക്ഷിക്കുകയായാലും അന്ധമായ അനുകരണത്തിന്റെ വാക്താക്കൾ തങ്ങളുടെ പൂർവികരെയും പൈതൃകങ്ങളെയും അനുഗമിച്ചു കൊണ്ടിരിക്കുന്നത്. കാലികളെ സംബന്ധിച്ചിടത്തോളം അവയുടെ ചില ശീലങ്ങളും സ്വഭാവങ്ങളും ഉണ്ട്. അവർക്ക് ബുദ്ധിയില്ലെങ്കിലും അപകടം മണത്തുള്ള ചില പെരുമാറ്റങ്ങൾ, അപകടങ്ങളിൽ നിന്ന് അകന്നു മാറാനുള്ള ചില പ്രകൃതങ്ങൾ. ഒരു കവി പറഞ്ഞില്ലേ, ഇദാ വഖഅ ദുബാബു അലാ തആമിൻ റഫഅതു യദി വനഫ്സി തശ്തഹീഹി വതജ്തനിബുൽ ഉസൂദു വുറൂദ മാഇൻ ഇദാ കുന്നൽ കിലാബു വലഗ്ന ഫീഹി എന്ന്. ഭക്ഷണത്തിൽ ഈച്ച വീണാൽ ആ ഭക്ഷണം എനിക്ക് പൂതിയുള്ളതാണെങ്കിലും ഞാൻ എൻ്റെ കൈ ഉയർത്തും. വതജ്തനിബുൽ ഉസൂദു വുറൂദ മാഇൻ വെള്ളത്തടാകത്തിലേക്ക് സിംഹങ്ങൾ വരുന്നതിൽ നിന്ന് വിട്ടുനിൽക്കും. ഇദാ കുന്നൽ കിലാബു വലഗ്ന ഫീഹി പട്ടികൾ ആ വെള്ളത്തിൽ തലയിട്ടിട്ടുണ്ട് എങ്കിൽ പട്ടികൾ തലയിട്ട വെള്ളത്തിൽ നിന്ന് സിംഹം അകന്നു നിൽക്കും എന്ന് കവി പറയുമ്പോൾ ആ സിംഹത്തിന്റെ പ്രകൃതം അപ്രിയമായതിൽ നിന്ന് അത് അകലുന്നു എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നായയെക്കുറിച്ച് പറഞ്ഞില്ലേ, ഒരു സ്ത്രീ ഒരു നായ ചൂടുള്ള ദിനം കിതക്കുന്നു, മാത്രമല്ല യുതീഫു ബിബിഇരിൻ കാദ യഖ്തുലുഹുൽ അത്ശ എന്നാണ്. അതൊരു കിണറിന് ചുറ്റും നടക്കുന്നു, ദാഹം അതിനെ കൊല്ലാറായിട്ടുണ്ട്. അപ്പോഴാണ് ആ സ്ത്രീ തന്റെ പാദരക്ഷയെ ഊരി ആ നായക്ക് വെള്ളം കോരിക്കൊടുത്ത സംഭവം. അതിനാൽ ആ മഹദിക്ക് പൊറുക്കപ്പെട്ട വിഷയമൊക്കെ നമ്മൾ ഹദീസിൽ വായിക്കുന്നു. ഇവിടെ നോക്കൂ നിങ്ങൾ, ദാഹിച്ചു വലഞ്ഞ നായ കിണറ്റിന് ചുറ്റും പായുന്നു എന്നത് മനസ്സിലാക്കാനാണ് ഞാനിത് ഉദ്ധരിച്ചത്. ദാഹം തീർക്കാനുള്ള വെള്ളം ആ കിണറ്റിൽ ഉണ്ടെന്ന അതിൻ്റെ ആ ഒരു പ്രകൃതം ഞാനിത് പറഞ്ഞത് മൃഗങ്ങൾക്ക് വരെ തങ്ങൾക്ക് അനുകൂലമായതും പ്രതികൂലമായതും അറിയാനുള്ള ഒരു പ്രകൃതം ഉണ്ട് എന്നുള്ളതാണ്. എന്നാൽ അന്ധമായ അനുകരണത്തിന്റെ വാക്താക്കൾക്ക് ഈ പ്രകൃതം പോലും നഷ്ടമാണ് എന്നുള്ളതാണ് ഏറെ സങ്കടകരം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ എന്നൊക്കെ. അവർക്ക് കൽബുകളുണ്ട്, അതുകൊണ്ട് അവർ ഗ്രഹിക്കുന്നില്ല. അവർക്ക് കണ്ണുകളുണ്ട്, അതുകൊണ്ട് അവർ കാണുന്നില്ല. അവർക്ക് കാതുകളുണ്ട്, അതുകൊണ്ട് അവർ കേൾക്കുന്നില്ല. ഉലൈക കൽ അൻആമി ബൽ ഹും അദൽ. അവർ കാലികളെ പോലെയാണ്, അല്ല അവർ കാലികളെക്കാൾ വഴികെട്ടവരാണ് എന്ന് ഇത്തരക്കാരെ കുറിച്ച് പറഞ്ഞത് സൂറത്ത് ആറാഫിന്റെ 179. സൂറത്തുൽ ഫുർഖാന്റെ 44 അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അം തഹ്സബു അന്ന അക്സറഹും യസ്മഊന ഔ യഖിലൂൻ ഇൻഹും കൽ അൻആമി ബൽ ഹും അദല്ലു സബീല. അവരിൽ അധിക പേരും കേൾക്കുന്നു അല്ലെങ്കിൽ ചിന്തിക്കുന്നു എന്ന് താങ്കൾ വിചാരിക്കുന്നുവോ? ഇൻഹും ഇല്ലാ കൽ അൻആം, അവർ കാലികളെപ്പോലെയല്ലാതെ അല്ല. ബൽ ഹും അദല്ലു സബീല എന്ന് മാത്രമല്ല, അവർ കാലികളെക്കാൾ പിഴച്ച മാർഗേണയാകുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അന്ധമായ അനുകരണത്തിൽ അവർ ശരിയേത് തെറ്റേത്, സത്യമേത് അസത്യമേത്, നല്ലത് എന്ത് തീയതെന്ത് ഇതൊന്നും വേർതിരിവില്ലാതെ അവർ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സൂറത്തു സാഫാത്തിന്റെ 69-70 പറഞ്ഞില്ലേ, ഇന്നഹും അൽഫൗ ആബാഅഹും ളാല്ലീൻ ഫഹും അലാ ആസാരിഹിം യുഹ്റഊൻ. അവർ അവരുടെ പിതാക്കളെ വഴിപിഴച്ചവരായി കണ്ടെത്തി, എന്നിട്ടും ഫഹും അലാ ആസാരിഹിം യുഹ്റഊൻ, ആ പിതാക്കളുടെ കാൽപ്പാടുകളിൽ ഇവർ കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഏറെ വഴിതെറ്റിയ അവസ്ഥയിലാണ് പൂർവികരെങ്കിലും ഇവർ പിന്നാലെ സൂക്ഷിച്ചു കാൽവെപ്പ് നടത്തുന്നു എന്നല്ല, പിന്നെ പിന്നാലെ പാഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് അല്ലാഹു ഇത്തരക്കാരെ വിശേഷിപ്പിച്ചത്.